ജ്ഞാനത്തിന്റെയും തന്ത്രത്തിന്റെയും അനശ്വരമാർഗദർശി മഹാപണ്ഡിതൻ ചാണക്യന്റെ ദർശനങ്ങളിലൂടെ ഇന്ന് നാം അതിബുദ്ധിമാന്റെ 7 ലക്ഷണങ്ങൾ പരിചയപ്പെടാൻ പോകുന്നു. ചാണക്യൻ പറഞ്ഞു, ബുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തിയെന്ന്. അത് ശരിയായി ഉപയോഗിക്കുന്നവൻ ലോകത്തെ ജയിക്കുന്നു. ഈ ലക്ഷണങ്ങൾ ഒരു വ്യക്തിയെ വിജയത്തിന്റെ ഉന്നതങ്ങളിലേക്ക് നയിക്കുന്ന താക്കോലുകളാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രവും നീതിശാസ്ത്രവും ബുദ്ധിമാന്മാർക്ക് ജീവിതത്തിൽ എങ്ങനെ മുന്നേറാമെന്ന് കാണിച്ചു തരുന്നു. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്ന ഈ 7 ലക്ഷണങ്ങൾ നമ്മുടെ ഉള്ളിലെ ബുദ്ധിമാനെ ഉണർത്താൻ സഹായിക്കുന്നു. ഈ യാത്രയിൽ ഓരോ ലക്ഷണവും ചാണക്യന്റെ തന്ത്രശാസ്ത്രപരമായ ദർശനങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാം. ജീവിതത്തിന്റെ യുദ്ധഭൂമിയിൽ വിജയം നേടാൻ ഈ ഗുണങ്ങൾ നമ്മെ സഹായിക്കും. ഒന്നാമത്തെ ലക്ഷണം നിരന്തര ജിജ്ഞാസയാണ്. ചാണക്യൻ പറഞ്ഞു, ജ്ഞാനം അന്വേഷിക്കുന്നവൻ ഒരിക്കലും അന്ധനാകുന്നില്ല എന്ന്. അതിബുദ്ധിമാന്റെ മനസ്സ് ഒരു കുട്ടിയുടെ പോലെ എല്ലാത്തിനോടും എന്തുകൊണ്ട്, എങ്ങനെ എന്ന് ചോദിക്കുന്നു. ഈ ജിജ്ഞാസയാണ് അവനെ പുതിയ അറിവിന്റെ ലോകത്തിലേക്ക് നയിക്കുന്നത്. ലോകത്തിന്റെ രഹസ്യങ്ങൾ അനാവരണം ചെയ്യാനുള്ള അവന്റെ അടങ്ങാത്ത ആഗ്രഹം ജ്ഞാനത്തിന്റെ വാതിലുകൾ തുറക്കുന്നു. അതിബുദ്ധിമാൻ ഒരിക്കലും അറിവിന്റെ അതിർവരമ്പുകളിൽ തൃപ്തനാകുന്നില്ല. ഒരു ശാസ്ത്രജ്ഞൻ പുതിയ കണ്ടെത്തലുകൾക്കായി പരീക്ഷണം നടത്തുന്നത് പോലെ അവൻ പുതിയ ആശയങ്ങൾ, സംസ്കാരങ്ങൾ, വൈദഗ്ധ്യങ്ങൾ എന്നിവ തേടുന്നു. ഈ അന്വേഷണം മനോഭാവം അവനെ എല്ലായ്പ്പോഴും ഒരുപടി മുന്നിൽ നിർത്തുന്നു. ഈ ജിജ്ഞാസ ഒരു ഉൾപ്രേരണയാണ്. അതവനെ സ്വയം പഠനത്തിന് പ്രേരിപ്പിക്കുന്നു. ചാണക്യന്റെ ദർശനത്തിൽ ജ്ഞാനം അന്വേഷിക്കുന്നവനാണ് യഥാർത്ഥ യോദ്ധാവ്. ഒരു വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ അവൻ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ഉത്തരങ്ങൾ തേടുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു വിദ്യാർത്ഥി ഒരു പുസ്തകം വായിക്കുമ്പോൾ അവൻ അതിന്റെ പിന്നിലെ സന്ദർഭം അന്വേഷിക്കുന്നു. അതവന്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നു. നിന്റെ ഉള്ളിലെ ജിജ്ഞാസയെ ഉണർത്തുക. ചാണക്യന്റെ വാക്കുകൾ ഓർക്കുക. അറിവിന്റെ വെളിച്ചമില്ലാതെ ജീവിതം അന്ധകാരമാണ്. അതിബുദ്ധിമാന്റെ ഈ ആദ്യ ലക്ഷണം നിന്നെ ജ്ഞാനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ഒരു ദീപമാണ്. രണ്ടാമത്തെ ലക്ഷണം തന്ത്രപരമായ പ്രശ്നപരിഹാരമാണ്. ചാണക്യന്റെ അർത്ഥശാസ്ത്രം പഠിപ്പിക്കുന്നു, തന്ത്രമാണ് വിജയത്തിന്റെ മൂലക്കല്ലെന്ന്. അതിബുദ്ധിമാൻ ഒരു ചതുരംഗ കളിക്കാരനെ പോലെ ഓരോ പ്രശ്നത്തെയും ഒരു വെല്ലുവിളിയായി കാണുന്നു. അവൻ സങ്കീർണമായ സാഹചര്യങ്ങളെ വിശകലനം ചെയ്യുന്നു, യുക്തിപൂർവം പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു. ചാണക്യന്റെ കാലത്ത് ഒരു രാജ്യം ശത്രുക്കളെ നേരിടുമ്പോൾ തന്ത്രജ്ഞന്റെ ബുദ്ധി അതിനെ രക്ഷിച്ചിരുന്നു. അതിബുദ്ധിമാൻ പ്രശ്നങ്ങളെ വിവിധ കോണുകളിൽ നിന്ന് സമീപിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു വ്യവസായി വിപണിയിലെ മത്സരം നേരിടുമ്പോൾ അവൻ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. ഒരുപക്ഷെ ഒരു പുതിയ ഉൽപ്പന്നം അവതരിപ്പിക്കുകയോ വിപണന രീതി മാറ്റുകയോ ചെയ്യുന്നു. ഈ തന്ത്രപരമായ ചിന്ത അവന്റെ ബുദ്ധിയെ മൂർച്ചയുള്ളതാക്കുന്നു. ചാണക്യൻ പറഞ്ഞു, ഒരു യുദ്ധം ശക്തി കൊണ്ടല്ല, തന്ത്രം കൊണ്ടാണ് ജയിക്കുന്നത് എന്ന്. അതിബുദ്ധിമാൻ ഓരോ ചുവടും ആലോചിച്ച് ഭാവി ഫലങ്ങൾ പ്രവചിച്ച് മുന്നോട്ടു പോകുന്നു. ഒരു എഞ്ചിനീയർ ഒരു യന്ത്രം രൂപകൽപ്പന ചെയ്യുമ്പോൾ അവൻ പല സാധ്യതകൾ പരിഗണിക്കുന്നത് പോലെ അവന്റെ തന്ത്രങ്ങൾ എല്ലായ്പ്പോഴും ലക്ഷ്യബോധമാണ്. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒരു ചതുരംഗ കളിയായി കാണുക. ചാണക്യന്റെ ഉപദേശം ഉൾക്കൊണ്ട് തന്ത്രപരമായി ചിന്തിക്കുക. ഈ ലക്ഷണം നിന്നെ വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രാപ്തനാക്കും. മൂന്നാമത്തെ ലക്ഷണം അസാധാരണ ഓർമ്മശക്തിയാണ്. ചാണക്യൻ പറഞ്ഞു, ഓർമ്മയാണ് ജ്ഞാനത്തിന്റെ നെടുംതൂണെന്ന്. അതിബുദ്ധിമാൻ വിവരങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കുകയും ദീർഘകാലം ഓർത്തുവെക്കുകയും ചെയ്യുന്നു. ഈ ശക്തി അവനെ വിശ്വസനീയനാക്കുന്നു, കാരണം അവന്റെ അറിവ് എല്ലായ്പ്പോഴും ലഭ്യമാണ്. അതിബുദ്ധിമാൻ വിശദാംശങ്ങൾ ശ്രദ്ധിക്കുന്നു. ഒരു പുസ്തകത്തിലെ വരികൾ, ഒരു സംഭാഷണത്തിലെ വാക്കുകൾ, അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ സന്ദർഭം. ഉദാഹരണത്തിന്, ഒരു വക്കീൽ കോടതിയിൽ തന്റെ കേസിന്റെ എല്ലാ വിശദാംശങ്ങളും ഓർത്തുവെക്കുന്നത് പോലെ അവൻ അറിവിനെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുന്നു. ഈ ഓർമ്മശക്തി അവന്റെ ബുദ്ധിയെ ശക്തിപ്പെടുത്തുന്നു. ചാണക്യന്റെ ദർശനത്തിൽ ഓർമ്മയില്ലാത്ത ജ്ഞാനം വെറും പുസ്തകമാണ്. അതിബുദ്ധിമാൻ തന്റെ അനുഭവങ്ങളെ, പഠനങ്ങളെ ഒരു നിധി പോലെ സൂക്ഷിക്കുന്നു. ഒരു ചരിത്രകാരൻ പുരാതന ഗ്രന്ഥങ്ങൾ ഓർത്തുവെക്കുന്നത് പോലെ അവൻ ശരിയായ സന്ദർഭങ്ങളിൽ അറിവ് പ്രയോഗിക്കുന്നു. നിന്റെ ഓർമ്മശക്തിയെ പരിശീലിപ്പിക്കുക. ചാണക്യന്റെ വാക്കുകൾ ഓർക്കുക. ഓർമ്മയുള്ളവന്റെ മനസ്സ് ഒരു നിധിശേഖരമാണ്.
ഈ ലക്ഷണം നിന്നെ ജ്ഞാനത്തിന്റെ ഉന്നതിയിലേക്ക് നയിക്കും. 4-ാമത്തെ ലക്ഷണം വേഗതയിലുള്ള ഗ്രഹണശക്തിയാണ്. ഒരു നിമിഷം കൊണ്ട് ഗ്രഹിക്കുന്നവൻ യുദ്ധം ജയിക്കുന്നു എന്നാണ് ചാണക്യന്റെ ഉപദേശം. അതിബുദ്ധിമാൻ പുതിയ ആശയങ്ങളും വൈദഗ്ധ്യങ്ങളും അതിവേഗം പഠിക്കുന്നു. ഒരു സ്പോഞ്ച് വെള്ളം ആഗിരണം ചെയ്യുന്നത് പോലെ അവൻ അറിവിനെ ആഗിരണം ചെയ്യുന്നു. അതിബുദ്ധിമാൻ ഒരു വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കാൻ സമയം പാഴാക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പുതിയ പ്രോഗ്രാമിംഗ് ഭാഷ പഠിക്കുമ്പോൾ അവൻ അതിന്റെ അടിസ്ഥാനങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കി പ്രയോഗിക്കുന്നു. ഈ ഗ്രഹണശക്തി അവന്റെ ബുദ്ധിയെ ചലനാത്മകമാക്കുന്നു. ചാണക്യന്റെ ദർശനത്തിൽ വേഗതയോട് പഠിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. അതിബുദ്ധിമാൻ പുതിയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്നു, പുതിയ വെല്ലുവിളികളെ നേരിടുന്നു. ഒരു ഡോക്ടർ പുതിയ ചികിത്സാരീതി പഠിക്കുന്നത് പോലെ അവൻ അറിവിനെ പ്രായോഗികമാക്കുന്നു. നിന്റെ പഠന വേഗത വർദ്ധിപ്പിക്കുക. ചാണക്യന്റെ വാക്കുകൾ ഓർക്കുക. പഠനമാണ് ജീവിതത്തിന്റെ ഇന്ധനം. ഈ ലക്ഷണം നിന്നെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും മുന്നോട്ട് നയിക്കും. 5-ാമത്തെ ലക്ഷണം സർഗാത്മകതയും നൂതനത്വവുമാണ്. ചാണക്യന്റെ തന്ത്രങ്ങൾ പുതിയ വഴികൾ കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടുന്നു. അതിബുദ്ധിമാൻ പരമ്പരാഗത ചിന്തകളെ മറികടക്കുന്നു. കലയിലോ ശാസ്ത്രത്തിലോ ദൈനംദിന ജീവിതത്തിലോ അവൻ പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നു. ചാണക്യന്റെ കാലത്തൊരു തന്ത്രജ്ഞൻ പുതിയ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ചാണ് വിജയം നേടിയിരുന്നത്. അതിബുദ്ധിമാൻ ഒരു കലാകാരനെ പോലെ സാഹചര്യങ്ങളെ പുതിയ രീതിയിൽ കാണുന്നു. ഉദാഹരണത്തിന്, ഒരു സംരംഭകൻ പുതിയ ഉൽപ്പന്നം വിപണിയിൽ അവതരിപ്പിക്കുമ്പോൾ അവൻ പരമ്പരാഗത രീതികളെ മാറ്റിമറിക്കുന്നു. ഈ സർഗാത്മകത അവന്റെ ബുദ്ധിയെ വേറിട്ടതാക്കുന്നു. ചാണക്യൻ പറഞ്ഞു, പുതിയ വഴികൾ കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ നേതാവെന്ന്. അതിബുദ്ധിമാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ പാതകൾ രൂപപ്പെടുത്തുന്നു. ഒരു ശാസ്ത്രജ്ഞൻ പുതിയ കണ്ടുപിടുത്തം നടത്തുന്നത് പോലെ അവൻ ലോകത്തിന് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു. നിന്റെ സർഗാത്മകതയെ ഉണർത്തുക. ചാണക്യന്റെ ഉപദേശം ഉൾക്കൊണ്ട് പുതിയ വഴികൾ തേടുക. ഈ ലക്ഷണങ്ങൾ നിന്റെ ജീവിതത്തിൽ വിജയം നേടുവാൻ സഹായിക്കും. 6-ാമത്തെ ലക്ഷണം ആത്മനിരീക്ഷണവും വിനയവുമാണ്. സ്വയം അറിയുന്നവനാണ് യഥാർത്ഥ ജ്ഞാനിയെന്ന് ചാണക്യൻ പറയുന്നു. അതിബുദ്ധിമാൻ തന്റെ ശക്തിയും ദൗർബല്യവും വിശകലനം ചെയ്യുന്നു. ഈ ആത്മപരിശോധന അവനെ സ്വന്തം പിഴവുകളിൽ നിന്ന് പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതിബുദ്ധിമാൻ തന്റെ പ്രവർത്തനങ്ങളെ നിരന്തരം വിലയിരുത്തുന്നു. ഉദാഹരണത്തിന്, ഒരു അധ്യാപകൻ തന്റെ പഠിപ്പിക്കൽ രീതി മെച്ചപ്പെടുത്താൻ വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ വിശകലനം ചെയ്യുന്നത് പോലെ അവൻ സ്വയം മെച്ചപ്പെടുത്തുന്നു. ഈ വിനയം അവന്റെ ബുദ്ധിയെ ശുദ്ധീകരിക്കുന്നു. ചാണക്യന്റെ ദർശനത്തിൽ വിനയമില്ലാത്ത ജ്ഞാനം ഒരു ശൂന്യമായ പാത്രമാണ്. അതിബുദ്ധിമാൻ തന്റെ കഴിവുകളെ അഹങ്കാരത്തിന് വിട്ടുകൊടുക്കാതെ എപ്പോഴും പഠനത്തിന് തയ്യാറാകുന്നു. ഒരു നേതാവ് തന്റെ ടീമിന്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ അവൻ എല്ലാവരിൽ നിന്നും പഠിക്കുന്നു. നിന്റെ ഉള്ളിലെ വിനയത്തെ ഉണർത്തുക. ചാണക്യന്റെ വാക്കുകൾ ഓർക്കുക. സ്വയം അറിയുന്നവനാണ് യഥാർത്ഥ വിജയി. ഈ ലക്ഷണം നിന്നെ ജീവിതത്തിൽ യഥാർത്ഥ ജ്ഞാനിയാക്കും. 7-ാമത്തെ ലക്ഷണം വൈകാരിക നിയന്ത്രണവും സാമൂഹിക ബുദ്ധിയുമാണ്. ചാണക്യൻ പറഞ്ഞു, മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ ലോകത്തെ നിയന്ത്രിക്കുന്നുവെന്ന്. അതിബുദ്ധിമാൻ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കി സാമൂഹിക സന്ദർഭങ്ങളിൽ ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നു. ചാണക്യന്റെ കാലത്ത് ഒരു നേതാവിന്റെ വൈകാരിക ബുദ്ധി രാജ്യത്തിന്റെ ഐക്യം നിലനിർത്തിയിരുന്നു. അതിബുദ്ധിമാൻ സഹാനുഭൂതിയോടെ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നു. ഉദാഹരണത്തിന്, ഒരു മാനേജർ തന്റെ ടീമിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ പ്രചോദിപ്പിക്കുന്നത് പോലെ അവൻ മനുഷ്യബന്ധങ്ങളിൽ മികവ് പുലർത്തുന്നു. ഈ വൈകാരിക നിയന്ത്രണം അവന്റെ ബുദ്ധിയെ സന്തുലിതമാക്കുന്നു. ചാണക്യന്റെ ദർശനത്തിൽ വികാരങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ യോദ്ധാവ്. അതിബുദ്ധിമാൻ ദേഷ്യത്തെയോ ഭയത്തെയോ അവന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കുവാൻ അനുവദിക്കുന്നില്ല. ഒരു നയതന്ത്രജ്ഞൻ സങ്കീർണമായ ചർച്ചകൾ നടത്തുന്നത് പോലെ അവൻ സാമൂഹിക സന്തുലനം നിലനിർത്തുന്നു. നിന്റെ വൈകാരിക ബുദ്ധിയെ വളർത്തുക. ചാണക്യന്റെ വാക്കുകൾ ഓർക്കുക. മനസ്സിന്റെ യജമാനനാണ് ലോകത്തിന്റെ യജമാനൻ. ഈ ലക്ഷണം നിന്നെ ഒരു മികച്ച നേതാവും സഹകാരിയുമാക്കും. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.